ഇപ്പൊ കാണുന്നുണ്ട്, സ്ക്രീൻ ഉണ്ട്, തുടങ്ങിക്കോളൂ. ഇപ്പൊ മറ്റേ ഇവിടുന്ന് എന്റെ ഷെയറിംഗ് വരുന്നില്ലല്ലോ. മറ്റേതാണ് കാണുന്നത്. ഓക്കെ. അപ്പൊ അത് ഞാൻ ഇവിടുന്ന് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാം കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിന്റെ എന്താണ് ജെൻഡർ, ലിംഗം, സെക്സ് ആൻഡ് ജെൻഡർ. നമ്മൾ ഒരാളുടെ ലിംഗം നിർണയിക്കുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ ഇന്നത്തെ ഈ കാലഘട്ടത്തില്? നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ബൈ ബർത്ത് ആണ് ലിംഗം നിർണയിക്കുന്നത് എന്നത് ഒരു നാച്ചുറൽ യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തത്. ജെൻഡർ എന്ന് പറയുമ്പോൾ ലിംഗത്വം, സെക്സ് എന്ന് പറയുമ്പോൾ ലിംഗം. ബൈ ബർത്ത് ആണ് നമ്മുടെ ലിംഗം നിർണയിക്കപ്പെടുന്നത്. അത് ബയോളജിക്കലായിരിക്കാം, ഫിസിയോളജിക്കൽ ഐഡന്റിഫിക്കേഷൻ. ഇറ്റ് ഡിഫൈൻ ഹ്യൂമൻ ആസ് മെയിൽ ഓർ ഫീമെയിൽ. നമ്മൾ ജന്മന നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അതാണ്. ഒരു കുട്ടി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ജനിക്കുന്നത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇത് എങ്ങനെയാണ്? സെറ്റ് ഡിറ്റർമിനേഷൻ generally occurs by the presence of or absence of a Y in the 23rd pair of chromosome in the human genome. നമ്മളെ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹ്യൂമൻ ക്രോമോസോമില് എക്സിന്റെയും വൈയുടെയും സാന്നിധ്യമാണ് ഇത് നമുക്ക് ജനറലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. XY ക്രോമോസോമാണ് മെയിലിന്, XX ക്രോമോസോമാണ് ഫീമെയിലിന്. ഇതില് ഇന്റർസെക്സ് എന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഇത് കേവലം എന്തല്ല ക്രോമോസോം ചേഞ്ചസ് മാത്രമല്ല, ഹോർമോൺ ചേഞ്ചുകൾ കൊണ്ട് സംഭവിക്കാം. ക്രോമോസോം ലെവല് XXY ഓർ XO, X0 അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാരണങ്ങളാലാണ് ഇത്തരം ഈ ഇന്റർസെക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളത്. മാഡം നെക്സ്റ്റ് സ്ലൈഡ് ഇട്ടോളൂ. നെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഒരു ഓക്കെ. ഇത് ഇങ്ങനെ പ്രാഥമികമായിട്ട് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മൾ ഡയറക്റ്റ് വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അനുബന്ധമായിട്ടുള്ള ഒരു പ്രാഥമിക അറിവ് ഉണ്ടാവണം എന്ന നിലയിലാണ് ഇത് പറഞ്ഞത്. ജനിച്ചു വീഴുമ്പോൾ തന്നെ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഫിസിക്കലായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, വിജൈന, യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്സ് ആൻഡ് ഓവറീസ് ഇൻ ഫീമെയിൽ ആൻഡ് പ്രോസ്റ്റേറ്റ്, ടെസ്റ്റസ് ആൻഡ് പീനീസ് ഇൻ ദ മെയിൽ. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന, ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്ന സംഗതിയാണ്. പെൺകുട്ടികളിലാണെങ്കിലോ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് കാണാൻ കഴിയും. പിന്നെ ആൺകുട്ടികളിൽ ഫേഷ്യൽ ഹെയർ ഇങ്ങനെ എല്ലാം നമുക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ലൈഡാണ് അടുത്തതുള്ളത്. അത് ഇന്റേണൽ ഹ്യൂമൻ പ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബയോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ നമ്മൾ ശാരീരികമായിട്ട് പുറത്തേക്ക് ഹോർമോണുകളുടെ ചേഞ്ചസും ക്രോമോസോമുകളുടെ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ ഉള്ളതോടൊപ്പം ഈ
റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണിനും പെണ്ണിനും ഫീമെയിൽ ഓർഗൻസും മെയിൽ ഓർഗൻസും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കേവലം ഹോർമോണുകളുടെയോ ക്രോമസോമുകളുടെയോ മാത്രം മാറ്റമല്ല, ശാരീരികമായ ഘടനയിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നെക്സ്റ്റ് സ്ലൈഡ്. എല്ലിന്റെ നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നമ്മുടെ സ്കെൽട്ടൺ ആണ്. അനാട്ടമി, ബോഡിയുടെ മൊത്തം ഷേപ്പിലും ഒരാണിനെയും പെണ്ണിനെയും നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെയാണ് പ്രകൃതിപരമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു അസ്ഥികൂടം, ഇപ്പൊ നമ്മുടെ ഒരു വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു സമയത്താണ് നമ്മളുള്ളത്. ഈ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും നമ്മുടെ സഹപ്രവർത്തകരും ഒക്കെ ആ ദുരന്ത ഭൂമിയിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്. അവിടെ നിന്ന് നമുക്കറിയാം ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഇനിയും കഴിഞ്ഞു പോയിട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരുപാട് ജീർണിച്ച അവസ്ഥകളിൽ പെണ്ണിന്റെ ആണോ ആണിന്റെ ആണോ ശരീരം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലൂടെയുള്ള അവയവങ്ങളൊക്കെ മറ്റുമൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇനി അതെല്ലാം കഴിഞ്ഞ് ഒരു എല്ലിന്റെ കഷ്ണം മാത്രം കിട്ടിക്കഴിഞ്ഞാലും അത് അതിന്റെ സൈസും അതിന്റെ ഘടനയും എല്ലാം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ്. ഇത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒരു ഡയഗ്രാം കാണിച്ചതാണ്. ഓക്കെ, അത് ജസ്റ്റ് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഘടനകളിലെല്ലാം ഒന്നാണെങ്കിലും അതിന്റെ ഒരുപാട് ഫീമെയിൽ മെയിൽ സ്ട്രക്ചേഴ്സ് മൊത്തത്തിൽ മാറ്റമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചതാണ്. ഇനി ഹോർമോണൽ ചേഞ്ചസ് ആണ്. മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ which is produced mainly in the testes. The testes are controlled by pituitary glands in the brain. Development of male reproductive organs, for example, the penis, testes, and prostate during puberty, then promotes the growth of facial and body hair, voice, muscle mass and strength, sperm production, influence sexual desire, mood and cognitive function. നമ്മുടെ ഹോർമോണൽ ഒരു പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളാണ് ജസ്റ്റ് പറഞ്ഞു തന്നത്. ഇത് ഹോർമോൺ ഫിസിക്കലായിട്ട് ഉള്ളതോടൊപ്പം തന്നെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് വലിയൊരു ഘടകം ഹോർമോണൽ ആണ്. അതിന്റെ മെയിൽ ഹോർമോണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് സ്ലൈഡിൽ ഫീമെയിൽ ഹോർമോൺസ് ആണ്. അത് ഈസ്ട്രോജൻ, progesterone, which is produced by ovaries and other important hormones in the female reproductive system. FSH, which contain eggs. LH trigger ovulation, the release of an egg from the ovary. Together, these hormones regulate the menstrual cycle, support pregnancy, and influence many aspects of physical and emotional health in women. Their levels fluctuate throughout the life, particularly during puberty and the menstrual cycle, pregnancy and menopause. നമ്മുടെ ഒരു പെൺകുട്ടി ജനിച്ച് അവര് പ്രായപൂർത്തി എത്തി അവര് പ്രഗ്നൻസി സമയം ഒക്കെ കഴിഞ്ഞ് ആ പീരീഡൊക്കെ അവസാനിച്ച് മെൻസ്ട്രൽ പീരീഡൊക്കെ നിൽക്കുന്ന ആ സമയം വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹോർമോൺസുകൾ സ്ത്രീ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ ഇന്റർസെക്സിനെ കുറിച്ചാണ് പറയുന്നത്. അവരില് ഈ ഒരു എഴുതിയ ചെറിയ കാരണം മാത്രമല്ല എന്തുള്ളത് അതിന്റെ കാരണങ്ങളായിട്ടുള്ളത്. അതിന്റെ ജസ്റ്റ് ഒരു അവയർനെസ് ഒരു കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഒരുപാട് അതേക്കുറിച്ച് പഠിക്കാനുണ്ട്, പക്ഷെ അതിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. Hormones must not align with the typical male and female patterns. Gonads. These are the organs that produce sex cell, ovaries in female and testes in the male. Genitalia, the external genitalia might not clearly resemble typical male or female. ഇന്റർസെക്സ് ജന്മനാല് സംഭവിക്കുന്ന ചില കാരണങ്ങളുണ്ട്. അതില് ഒരു കാരണം നമുക്ക് എക്സ്റ്റേണൽ ഗൊണാഡ്സ്, ജെനിറ്റൽ ഇതൊന്നും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. ഉഭയലിംഗം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്.
അതിന്റെ ഘടന എങ്ങനെയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ, അത് നെക്സ്റ്റ് സ്ലൈഡിൽ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അതിന്റെ ഇത്തരം 3 ആണ് പെണ്ണ് ഇന്റർസെക്സ് എങ്ങനെ 3 വിഭാഗം ഉണ്ട് എന്ന് പറയുന്നു. മെയിൻലി അപൂർവങ്ങളിൽ ഇതിന്റെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ സെഷനിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാല് ഈ അപൂർവങ്ങളിൽ 20,000-ൽ 1, 50,000-ൽ 1 എന്ന രൂപത്തിലൂടെ ഒക്കെ സംഭവിക്കുന്ന ചില അപൂർവം കേസുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പേര് പറഞ്ഞ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറെ സംഗതികളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇനി മനസ്സിലാക്കേണ്ടത് മനുഷ്യരും മൃഗങ്ങളും അല്ലെ, മനുഷ്യരിൽ മാത്രമല്ല ഈ ഹോർമോൺ ഘടകങ്ങള്, ഈ ക്രോമോസോം ഘടനകൾ ഉള്ളത്. അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യാസം മനുഷ്യനും മൃഗങ്ങളൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിലും ഈ എക്സ് ക്രോമോസോമുകളും വൈ ക്രോമോസോമുകളും എല്ലാം ആരിലും ഉണ്ട്? മൃഗങ്ങളിലും ഉണ്ട്. ഇനി നെക്സ്റ്റ്, ദ ആക്ച്വൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ ആൻഡ് ഹ്യൂമൻ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയാമോ? മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നത് ഒന്ന് പറയാമോ? രജിസ്റ്റർ ഉണ്ടോ? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യനും മൃഗവും തമ്മിൽ മനുഷ്യനും ഭൂമിയിൽ ജീവിക്കുന്നു, മൃഗങ്ങളും ജീവിക്കുന്നു. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്. എങ്ങനെ? വിവേചന ബുദ്ധി മനുഷ്യനുണ്ട്, മൃഗങ്ങൾക്കില്ല. മൃഗങ്ങൾക്ക് വിവേചന ബുദ്ധി ഉണ്ട്, മനുഷ്യർക്കില്ല. ഇനി വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, മനുഷ്യർക്ക് വിവേചന ബുദ്ധി ഉണ്ട്, മൃഗങ്ങൾക്കില്ല. ഓക്കെ 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 ഓക്കെ. പിന്നെ ഇനി വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉണ്ടോ? ഞാനിവിടെ പറയുന്നത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, ജീവനുണ്ട് മൃഗങ്ങൾക്കും, ജീവനും മനുഷ്യർക്കും ഉണ്ട്. ബുദ്ധിയും മൃഗങ്ങൾക്കുണ്ട്, ബുദ്ധിയും മനുഷ്യർക്കുണ്ട്. അതിന്റെ ഇടയിൽ വരുന്ന നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന ഒരു വശം, ആത്മാവ് എന്ന ഒരു സംഗതി മനുഷ്യർക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത്. മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്നാണ്. ഇതിന്റെ ഒരു സംഗതിയിലേക്ക്, മനുഷ്യന്റെ സഹജമായ സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അടുത്ത സ്ലൈഡ്. മനുഷ്യൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്ത്? മനുഷ്യൻ എന്തുകൊണ്ടാണ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മനുഷ്യന്റെ സഹജമായ ഒരു ഗുണമാണ് കേട്ടോ. മൃഗങ്ങൾക്ക് മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു ഘടകം, മനുഷ്യൻ എന്തുകൊണ്ടാണ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. നെക്സ്റ്റ് സ്ലൈഡില് ഒരു കുഞ്ഞിന്റെ പടം കാണാം. ഓരോ കുഞ്ഞും, മനുഷ്യ കുഞ്ഞും, നെക്സ്റ്റ് സ്ലൈഡ് കേട്ടോ മേഡം, നെക്സ്റ്റ് സ്ലൈഡ്. ഓരോ കുഞ്ഞും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയോട് കൂടിയാണ്. അതിനെ ഇന്നേറ്റ് നാച്ചുറൽ, സഹജമായ സ്വഭാവം എന്ന് പറയാം. മനുഷ്യൻ ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയോട് കൂടിയിട്ടാണ്. അത് മനുഷ്യനിൽ നൽകുന്ന സ്വഭാവ ഗുണങ്ങള് ഓരോ മനുഷ്യനും ജനിക്കുമ്പോഴുള്ള യഥാർത്ഥമായ ശുദ്ധമായ മനുഷ്യ സഹജമായ സ്വഭാവം. ഈ സഹജമായ ജന്മസിദ്ധമായ സ്വഭാവത്തെ, ഗുണത്തെ നിന്നാണ് നമുക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത്. ഇതിന്റെ ഗുണഫലങ്ങൾ, ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി മനുഷ്യനിൽ ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ നല്ലതാണെന്ന് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന്, സുഹൃത്തുക്കളെ സ്നേഹിക്കുക, വൃദ്ധരെ സഹായിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നല്ലതാണ് എന്നും, അതുപോലെ ആളുകളെ ഉപദ്രവിക്കുക,
നുണ പറയുക തുടങ്ങിയ കാര്യങ്ങൾ മോശമാണ് എന്നും ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അഥവാ അവരുടെ മനസ്സിൽ അത് ജന്മനാൽ തന്നെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിന്റെ ഒരു സംഗതി ഞാനിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നും, നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ലേ എന്ന്. യഥാർത്ഥത്തില് മക്കള് എല്ലാ മക്കളും സത്യം മാത്രം പറയുന്ന സ്വഭാവക്കാരായിരിക്കാം. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കോമഡിയിലൊക്കെ കാണാറുണ്ടല്ലോ, അച്ഛൻ ഇവിടെ ഇല്ല, പത്തായത്തിലില്ല എന്ന് പറയാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വല്ലവരും അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ, അപ്പോ രക്ഷിതാക്കള്, മുതിർന്നവർ കളവ് പറയുന്നത് കണ്ടിട്ടും ഉള്ള ശീലങ്ങളിൽ നിന്നാണ് അവർ കളവ് പറയാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ കുട്ടികൾ കളവ് പറയില്ല. നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള അടിസ്ഥാന ബോധം എന്ന് നമുക്കിതിനെ ചുരുക്കി പറയാം. സത്യം തിരിച്ചറിയാനുള്ള, നെക്സ്റ്റ് സ്ലൈഡാണ്. സത്യം തിരിച്ചറിയുവാനും നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനുമുള്ള മനുഷ്യന്റെ സഹജമായ കഴിവിനെ തട്ടുന്ന കാരണങ്ങൾ അവന്റെ ലോകവീക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് സഹജമായ നന്മയെ സംരക്ഷിക്കാൻ ഓരോ വ്യക്തിയുടെയും ബാധ്യത ഉണ്ട്. ഇനി വേൾഡ് വ്യൂ ആണ് നമ്മുടെ അടുത്ത ഇത്. ലോകവീക്ഷണം. ഒരു മനുഷ്യൻ കാഴ്ചകളെ കാണുന്നത് ലോകവീക്ഷണത്തിന്റെ ഘടനയിലൂടെയാണ്. ജീവിത കാലഘട്ടത്തിൽ രൂപം കൊള്ളുന്നതാണ്. ജന്മസിദ്ധമായിട്ട് സഹജമായ നന്മയോടുകൂടെ ജനിക്കുന്ന മനുഷ്യൻ ജീവിത കാലഘട്ടത്തിൽ അവനിൽ രൂപം കൊള്ളുന്നതാണ് ലോകവീക്ഷണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ നോക്കി കാണുന്ന കണ്ണട മഞ്ഞയാണെങ്കിൽ നമുക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും. മഞ്ഞ കണ്ണട വെച്ച് കഴിഞ്ഞാൽ മഞ്ഞയിലേ കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ നാം ചുറ്റുപാടുകളിൽ നിന്ന് ഒക്കെ ഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതിന് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഹാർഡ്വെയർ ആണ് നമ്മുടെ ബോഡി എങ്കിൽ വേൾഡ് വ്യൂ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. ഈ വേൾഡ് വ്യൂ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മളിൽ വരേണ്ട ചോദ്യങ്ങളാണ്: താൻ ആരാണ്? നെക്സ്റ്റ് സ്ലൈഡാണ്. താൻ ആരാണ്? താൻ എവിടെ നിന്ന് വന്നു? എങ്ങോട്ട് പോകുന്നു? എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? താൻ എന്ത് നൈതികത അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? തുടങ്ങിയ പ്രധാന ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തി ഉത്തരം നൽകുന്നത് അവരവരുടെ ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ സഹജമായ മനുഷ്യന്റെ സ്വഭാവവും പിന്നീട് രൂപപ്പെടുന്ന ലോകവീക്ഷണവുമാണ് ഒരു മനുഷ്യന്റെ ചിന്തകളെയും കർമ്മങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്നത്. ഇതിലൂടെ നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കും. ഒരു ലോകവീക്ഷണം, വേൾഡ് വ്യൂ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിന്റെ ഒരു ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ക്രിയേറ്റ്സ് അവർ വേൾഡ് വ്യൂ? വേൾഡ് വ്യൂ എന്നാണ് സെന്ററിലുള്ളത്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ലൊക്കേഷൻ, ഇമിഗ്രേഷൻ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നാം എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ, പിന്നെ ടൈമാണ്. ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വയസ്സിനെ, നമ്മുടെ എക്സ്പീരിയൻസിനെ, നമ്മുടെ ഇതെല്ലാം ഉൾപ്പെടുത്താം. പിന്നെ വിശ്വാസങ്ങളാണ് മനുഷ്യന്. ഓരോ മനുഷ്യരും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും ഒക്കെ ഉള്ള ഈ ലോകത്ത് അവന്റെ മതം അല്ലെങ്കിൽ ഈ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ആൻസിസ്ട്രൽ ആയിട്ടൊക്കെ നമുക്ക് വരുന്ന ചിന്തകൾ, നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അറിവുകൾ, ഇതെല്ലാം അതിനെ സ്വാധീനിക്കും. പിന്നെ ജെൻഡർ, സൊസൈറ്റിയിലെ ജെൻഡർ ആയിട്ടുള്ള വാല്യൂസ്, ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂസുകൾ, സാമ്പത്തികം, കൾച്ചർ, എഡ്യൂക്കേഷൻ, ഫാമിലി, ഇതെല്ലാം ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ലോകവീക്ഷണം പ്രധാനമാണ്. നെക്സ്റ്റ്. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളും നാം ഇടപഴകുന്ന വ്യക്തികളും നമ്മുടെ ലോകവീക്ഷണത്തെ സ്വാധീനിക്കാം. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വ്യത്യസ്ത ലോകവീക്ഷണങ്ങൾ നമ്മെ സ്വാധീനിക്കും. പ്രിഡോമിനന്റ് വ്യൂ, വെസ്റ്റേൺ, മോഡേൺ, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. അതൊന്നും ഇപ്പൊ വിശദീകരിച്ച് നിന്നാൽ നമുക്ക് സമയം തികയില്ല. തെറ്റായ ലോകവീക്ഷണത്തിൽ അകപ്പെട്ട് തെറ്റിലേക്ക് പോയാൽ വ്യക്തി എന്ന നിലയിൽ നമ്മളാണ് ഉത്തരവാദികൾ. ലോകവീക്ഷണം പ്രധാനമാണ്. നെക്സ്റ്റ്. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകവീക്ഷണവും ആയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. LGBT, മോഡേണിസം, രാഷ്ട്രീയവും ലോകവീക്ഷണവുമൊക്കെ ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നതുകൊണ്ടാണ് പ്രാഥമികമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്.
ലോകവീക്ഷണത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളാണ് അടുത്തത് പറയുന്നത്. ഇത് ഓരോ വിഷയവും നമുക്ക് വിശദീകരിച്ച് പോവുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ക്ലാസ് എടുത്താൽ തീരില്ല. അതിന്റെ ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മാഡം തരും. അപ്പോൾ ജസ്റ്റ് അതേക്കുറിച്ചൊരു അവയർനെസ്, ഓൺടോളജി, എപ്പിസ്റ്റമോളജി, ആന്ത്രോപോളജി, ഈസ്തെറ്റിക്സ്, ഇങ്ങനെ ഉള്ള ഘടകങ്ങളാണ്. അത് എന്തിന്റെ വിഷയമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് നെക്സ്റ്റ് കോളത്തിനുണ്ട്. വാട്ട് എക്സിസ്റ്റ്, ഹൗ ആർ they are related, source of knowledge, their authenticity, man, his nature, his origin, language, the purpose of life and cosmos, morality and ethics പറയുമ്പോൾ what is right and what is wrong and how, law and politics, justice and the true politics, what is beauty. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോകവീക്ഷണത്തിന്റെ ബേസിലാണ് നമ്മളിൽ രൂപം കൊള്ളുന്നത് എന്ന് ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് സ്ലൈഡ്. സെക്സ്, ജെൻഡർ എക്സ്പ്രഷൻ, സെക്ഷൽ ഓറിയന്റേഷൻ, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യൻ ശുദ്ധമായ പ്രകൃതിയോടുകൂടി ജനിക്കുന്നു, ലോകവീക്ഷണങ്ങൾ പിന്നീട് രൂപപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കി. മനുഷ്യന്റെ ബയോളജിക്കൽ ഘടനയും അനാട്ടമി, ഇതെല്ലാം നമ്മുടെ ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത വിഷയം അതിന്റെ അനുബന്ധമായിട്ട് വരുന്നതാണ്. അല്ലെ തന്നെ ആൺ പെൺ ലിംഗഭേദം ദൈവ സൃഷ്ടിയാണ്. ലിംഗത്വം സാമൂഹിക നിർമ്മിതിയല്ല. ആണും പെണ്ണും രൂപകൽപ്പനയിൽ തന്നെ വ്യത്യാസമുണ്ട്. ആണായി ജനിച്ച ഒരാൾക്ക് ഉള്ളിൽ പുരുഷനായി തോന്നുകയും പുരുഷന്മാരെ പോലെ വസ്ത്രധാരണവും മറ്റും നിർവഹിക്കുകയും സ്ത്രീകളോട് അയാൾക്ക് ലൈംഗികമായ ആകർഷണം ഉണ്ടാവുകയും ചെയ്യേണ്ടത് നൈസർഗികമാണ്. ഇനി നെക്സ്റ്റ്, സ്ത്രീയായി ജനിച്ച ഒരാൾക്ക് ഉള്ളിൽ സ്ത്രൈണത അനുഭവപ്പെടുകയും നടത്തത്തിലും വസ്ത്രധാരണത്തിലും മറ്റും അവർക്ക് സ്ത്രീയെ പോലെ പെരുമാറുകയും പുരുഷനോട് ലൈംഗിക ആകർഷണം അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് പ്രകൃതിപരം. ഇതിനെ മനുഷ്യ സഹജമാണ് എന്ന് പറഞ്ഞാൽ ജന്മസഹജമായ, മനുഷ്യ സഹജമായ എന്ന കാഴ്ചപ്പാടില് നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ഒരു സ്ത്രീക്ക് പുരുഷനോട് ആകർഷണം തോന്നുന്നതും ഒരു പുരുഷന് സ്ത്രീയോട് ആകർഷണം തോന്നുന്നതും പ്രകൃതിപരമാണ് എന്നാണ് പറഞ്ഞു വന്നത്. സെക്ഷൽ റെവല്യൂഷൻ, ഇതും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1960കളിൽ ആരംഭിച്ച ലൈംഗിക വിപ്ലവം ഒരു വലിയ സാംസ്കാരിക മാറ്റമായിരുന്നു. ലൈംഗികത സംബന്ധിച്ച് ലൈംഗിക ബന്ധങ്ങൾ സർവ്വസാധാരണമാവുകയും വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിങ്ങനെ പാശ്ചാത്യ നാടുകളിലും വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ ഐക്യനാടുകൾ പങ്കെടുക്കുന്നതിനെതിരായ പ്രതിഷേധത്തോട് ചേർത്ത് ഒരു പൗരാവകാശ പ്രസ്ഥാനത്തിന്റെ മുഖമൂടി അണിഞ്ഞാണ് ഇവർ രംഗപ്രവേശനം ചെയ്തത്. നമ്മള് ഇതിന്റെ ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്ക് വരുമ്പോൾ അതിലേക്കൊക്കെ നയിച്ച ഒരു കാരണമാണ് സെക്ഷൽ റിവല്യൂഷനിൽ 1960 സംഭവിക്കുമ്പോൾ ഇവരെല്ലാം പ്രത്യക്ഷത്തില് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ പേരിലാണ് രംഗപ്രവേശനം ചെയ്യുക. ഇവരാദ്യം മുഴക്കിയിരുന്ന മുദ്രാവാക്യം മേക്ക് ലവ് നോട്ട് വാർ എന്നായിരുന്നു എങ്കിൽ പിന്നീട് ലവ് ഈസ് ഫോർ ലവ് എന്നാക്കി മാറ്റി. നെക്സ്റ്റ് സ്ലൈഡ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈംഗിക ബർത്ത് കൺട്രോൾ ശേഷമായും വിവാഹത്തിന് പുറത്തും ലഭിക്കുമെന്ന് വന്നപ്പോൾ വിവാഹബന്ധം എന്ന സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് അർത്ഥമില്ലാതായി. കള്ള നാണയങ്ങൾ യഥാർത്ഥ നാണയങ്ങളുടെ വില കുറയ്ക്കുന്നത് പോലെ വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ കുടുംബ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളായി മാറി. അതുമൂലം കുടുംബങ്ങൾ ശിഥിലമാവുകയും അത് കുട്ടികളുടെയും സ്ത്രീകളുടെയും മുതിർന്നവരുടെയും പ്രയാസങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. അടുത്തത്, എല്ലാ സമൂഹങ്ങളും, നെക്സ്റ്റ് സ്ലൈഡ്. സോറി കേട്ടോ.
മാഡം നെക്സ്റ്റ് സ്ലൈഡ്. എല്ലാ സമൂഹങ്ങളും പരസ്പരം ബന്ധിതമായി മനസ്സിലാക്കിയിരുന്ന ലൈംഗിക ബന്ധം, പ്രത്യുൽപാദനം, വിവാഹം, കുടുംബം, ധാർമ്മികത എന്നിവ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണമായും വേർതിരിക്കപ്പെട്ടു ഇതുവഴി. ലൈംഗിക ബന്ധങ്ങൾ നിലനിൽക്കേണ്ടത് കുടുംബത്തിനകത്താണെന്ന് സാമൂഹികമായ ധാർമ്മികമായ കാഴ്ചപ്പാടിനെ കാലഹരണപ്പെട്ട വാദമായും ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. രണ്ടു മുതിർന്നവർ ഉഭയസമ്മത പ്രകാരം അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ സമൂഹം എന്തിനു ഇടപെടണം എന്ന ചോദ്യം ഉയർന്നു വന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ? 1960 ആരംഭിച്ചു. ഇതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ്. സോറി കേട്ടോ. മൈ ബോഡി മൈ ചോയ്സ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുന്ന ഒരു ഗേറ്റ് വേ. ഇത് ഈ പിക്ചറിൽ കാണുന്ന രണ്ട് പുരുഷന്മാർ ചുംബിക്കുമ്പോൾ ഒരു മലയാളി ഗേയുടെ ആത്മകഥ എന്ന് പറയുന്ന കിഷോർ കുമാറിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കിഷോർ കുമാർ 52ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു കോഴിക്കോട് വെച്ചിട്ട്. അമേരിക്കയിലുണ്ടായിരുന്നു. പിന്നെ കേരളത്തില് നാസ് ഫൗണ്ടേഷൻ, അതിൻ്റെയൊക്കെ LGBT-യുടെ ഒക്കെ ക്യൂർ തിയറിയുടെ ഒക്കെ പ്രചാരകനും ഒക്കെ ആയിരുന്ന അദ്ദേഹം മലയാളത്തിൽ ആദ്യമായിട്ട് പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. സ്വവർഗരതിക്കാരെ വീണ്ടും നമുക്ക് ഒന്ന് വകതിരിക്കാം. ആൺ സ്വവർഗരതിക്കാർ, അവർക്ക് ഗേ എന്ന് പറയും. പെൺ സ്വവർഗരതിക്കാർക്ക് ലെസ്ബിയൻ എന്ന് പറയും. ഇതുകൂടാതെ ദ്വിവർഗരതിക്കാർ ബൈസെക്ഷൽ എന്നിങ്ങനെ തരംതിരിച്ചു. ഒരാളുടെ മദ്യപാനമോ ചൂതാട്ടമോ വിമർശിക്കപ്പെട്ടാൽ അത് കേവലം വ്യക്തിയുടെ പ്രവർത്തനത്തെ വിമർശിക്കുന്നതിന് മാത്രം തുല്യമാകുമ്പോൾ സ്വവർഗ ലൈംഗികതയെ വിമർശിച്ചാൽ അത് വ്യക്തിയുടെ ഐഡന്റിറ്റി തന്നെ നിരാകരിക്കുന്നതിന് തുല്യമാകുന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയർന്നു വരണം. എവിടെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ചില അപകടകരമായ അവസ്ഥകൾ നിലനിൽക്കുന്നത് എന്ന് കാണിക്കാനാണ് ഈ സമിതി പറഞ്ഞത്. നെക്സ്റ്റ് സ്ലൈഡ്. സ്വവർഗ ലൈംഗികതയെ പറ്റിയുള്ള വാദഗതികൾ ഇന്ന് പാശ്ചാത്യ സമൂഹങ്ങളിൽ ലിംഗ രാഷ്ട്രീയം, ജെൻഡർ പൊളിറ്റിക്സ് എന്ന വിശാലമായ മറ്റൊരു മേഖലയിലേക്കാണ് നിലകൊള്ളുന്നത്. LGBTQ എല്ലാവരും കേട്ടു. നെക്സ്റ്റ് പറഞ്ഞു. ഇത് അധികം വിശദീകരിക്കേണ്ടാത്തതുകൊണ്ട് എല്ലാം സ്ലൈഡിലുള്ളത് ആണ്. ഗേ ലിബറേഷൻ മൂവ്മെന്റ് 1969 സ്റ്റോൺ വാൾ ഇൻ വെച്ചിട്ടാണ് കുറെ സ്വവർഗരതിക്കാര് ഒരു മീറ്റിംഗ് യോഗം നടത്തുകയും അതിലേക്ക് മിലിറ്ററി പോലീസ് കയറുകയും അതിനെതിരെ ഒരു വിപ്ലവം, സ്റ്റോൺ വാൾ റിവോൾട്ട് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുകയും പിന്നീട് അത് നടന്നത് ജൂൺ മാസത്തിലായതുകൊണ്ട് ആ മാസം പ്രൈഡ് മാർച്ച് എന്നറിയപ്പെടുകയും പ്രൈഡ് മാർച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലിംഗത്വ സിദ്ധാന്തം, ജെൻഡർ തിയറി, ക്യൂർ സിദ്ധാന്തം, ക്യൂർ തിയറി, ഇത് അപ്പുറത്തേക്ക് വിശദമായിട്ട് പറയുന്നതുകൊണ്ട് ജസ്റ്റ് വായിച്ചു പോണം. ദേഹേച്ഛ പ്രവൃത്തി, ഐഡന്റിറ്റി, ലൈംഗിക പ്രവൃത്തി ആഗ്രഹിച്ചാൽ അത് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ലൈംഗികത ആഗ്രഹിക്കുന്നതോടുകൂടി അയാളുടെ ഐഡന്റിറ്റി തന്നെ അതായി മാറുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഹെട്രോസെക്ഷൽ, ഹോമോസെക്ഷൽ, സ്വവർഗരതിക്കാർ, അസെക്ഷൽ, ലൈംഗികത ഇല്ലാത്തവർ എന്നും തരംതിരിച്ചു. നെക്സ്റ്റ്. ലൈംഗിക ആഭിമുഖ്യം പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമല്ല ഉണ്ടാവുക, മറിച്ച് ആരോട് വേണമെങ്കിലും ഉണ്ടാകാവുന്നതാണ് എന്നതാണ് ക്യൂർ തിയറി. ഒരു
സ്വാഭാവികമായിട്ടും പുരുഷനോട് തോന്നാൻ പാടില്ലാത്ത, സ്ത്രീക്ക് തോന്നാൻ പാടില്ലാത്ത സംഗതിയെ പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമല്ല ഉണ്ടാവുക, മറിച്ച് ആർക്ക് എന്ത്, ഇനി മൃഗങ്ങളോട് പോലും ആകാമെന്ന ഒരു ചിന്തയാണ് LGBTQ. LGBTQ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, അസെക്ഷൽ, ഇങ്ങനെ പറയുന്ന വിഭാഗങ്ങളാണ്. അത് പ്ലസ് ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം അതിന് എത്രയോ കൂടി വരാം. ലിംഗത്വ വ്യത്യാസങ്ങൾക്ക് അപ്പുറം ആരെ വേണമെങ്കിലും കാമിക്കാനും ഏത് തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുള്ള, അതിനെല്ലാം സാമൂഹിക അംഗീകാരമുള്ള ഒരു സമൂഹം, പ്യൂർ നോർമേറ്റീവ് സൊസൈറ്റി രൂപപ്പെടുത്തണം എന്നതായിരുന്നു പാശ്ചാത്യ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന രണ്ടാമത്തെ ആശയം. സെയിം സെക്സ് അട്രാക്ഷൻ, നെക്സ്റ്റ് സ്ലൈഡാണ്. ഗേ ജീൻ 1990. പിന്നെ കിച്ചൺ വിൻഡോ ബോയ്. ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിച്ചോളൂ. ഒരു മനുഷ്യന് സെയിം സെക്സ് അട്രാക്ഷനിന്റെ വിശദീകരണം പറയാം. 1990 LGBTQ നടത്തിയ ഒരു പഠനമാണ് മനുഷ്യന് ജന്മസിദ്ധമായിട്ട് ഗേ ആവാനും ഉള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഗേ ജീൻ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾസ് ഇൻഫോർമേഷൻ ചെയ്തു. കിച്ചൺ വിൻഡോ ബോയ് പിന്നെ പറയാം. അപ്പോ വിവിധ കാരണങ്ങൾ. നെക്സ്റ്റ് സ്ലൈഡാണ് കേട്ടോ. ജനിതക മാതൃക സ്വവർഗ ലൈംഗിക സമൂഹത്തിൽ വിവാദമായ വിഷയമായതുകൊണ്ട് തന്നെ അതിന്റെ ഉദ്ഭവത്തെ പറ്റിയുള്ള പഠനങ്ങളും തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്നു. സ്വവർഗ ലൈംഗികതയുടെ കാരണം ജനിതകമാണോ എന്ന് പരിശോധിക്കാൻ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് സ്വവർഗ പ്രേമത്തിന് കാരണമായ ഒരു ജീൻ മനുഷ്യന്റെ DNA ഉണ്ടോ എന്നറിയാനായി 1990 മുതൽ നടന്ന പഠനങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഗേ ജീൻ കണ്ടെത്തിയ രീതിയിൽ ചില മാധ്യമങ്ങളും LGBT പ്രസ്ഥാനക്കാരും ആഘോഷിക്കുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള ഒരു ജീൻ നിലവിൽ ട്രാൻസ്ജെൻഡറിസം, അതാണ് നെക്സ്റ്റ് സ്ലൈഡ്. സെക്സ്, ജെൻഡർ, സെക്ഷൽ അട്രാക്ഷൻ, ജെൻഡർ എക്സ്പ്രഷൻ എന്നിവ എപ്പോഴും നോർമലായി ഒരു വ്യക്തിയിൽ ചേർന്നിരിക്കണം എന്നില്ല. വളരെ വിരളമായി ഇവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ചില വ്യക്തികളിൽ കാണപ്പെടാറുണ്ട്. ചില ഉദാഹരണങ്ങൾ താഴെ കൊടുക്കാം. സെക്സ്, ജെൻഡർ എന്നിവ തമ്മിലുള്ള പൊരുത്തക്കേടാണ് ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ, ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. ഇവ ജനിക്കുന്ന കുട്ടികളുടെ ലിംഗത്വം വികസനത്തിന്റെ അപാകതകൾ മൂലം കുട്ടിയാണോ പെണ്ണോ എന്ന് പ്രഥമ ദൃഷ്ട്യാ തിരിച്ചറിയാൻ സാധിക്കാത്ത പ്രശ്നമാണ് ഇന്റർസെക്സ്. നേരത്തെ ആരംഭത്തിൽ പറഞ്ഞു, ഇന്റർസെക്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഇത് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞതാണ്. നമ്മുടെ ക്ലാസ്സില് ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക ഈ ടീനേജേഴ്സിന്റെ കോളേജുകളിലും +2 വിദ്യാർത്ഥികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ എടുക്കേണ്ടി വരിക. ആ സമയത്ത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു സയന്റിഫിക് ആസ്പെക്റ്റിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ കുട്ടികൾ അംഗീകരിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ തലമുറയിൽ ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നൊക്കെ പറയുന്നവരുടെ പേരില് ഒരു സോഫ്റ്റ് കോർണർ നയമാണ് കുട്ടികൾക്കിടയിൽ കൂടുതലുള്ളത്. അവരുടെ ചില ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പോലും കഴിയാത്ത ചോദ്യങ്ങളാണ് അവരിൽ നിന്നൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി നമ്മൾ വിശദീകരിക്കുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ പ്രാഥമികമായ സംഗതികളെ വിശദീകരിച്ച് കൊടുത്തുകൊണ്ട് തുടങ്ങണം എന്നതിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിലുള്ള പല കുട്ടികളിലും ബാഹ്യ ലൈംഗിക അവയവങ്ങളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെയോ ആന്തരിക അവയവങ്ങളുടെ ഘടന സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കിയോ ലിംഗം തീരുമാനിക്കാൻ കഴിയും. ക്രോമോസോം പരിശോധനയിലൂടെയും ഇവരുടെ ലിംഗം നിർണയിക്കാൻ സാധിക്കും. ഈ കുട്ടികളുടെ പ്രശ്നം അവരുടെ ശാരീരിക ഘടനയിലാണ്. മാനസികമായി ഇവരുടെ ലിംഗത്വ വികാസം മിക്കവാറും ശരിയായ രീതിയിൽ തന്നെയായിരിക്കും. ലിംഗവികസനത്തിന്റെ ക്രമക്കേട്, ഡിസോർഡർ ഓഫ് സെക്സ് ഡെവലപ്മെന്റ് DSD എന്ന പദാവലിയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉഭയലിംഗത്തെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യം ഈ അടുത്ത കാലം വരെ സൈക്കോളജിസ്റ്റുകളും സയന്റിസ്റ്റുകളും ഒക്കെ പറഞ്ഞിരുന്നത് DSD, ഡിസോർഡർ ഓഫ് സെക്സ് ഡെവലപ്മെന്റ് എന്നാണ്
ഈ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചിട്ടും ഇന്റർസെക്സിനെ വിഭാഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് LGBTQ നെക്സ്റ്റ് സ്ലൈഡാണ്, LGBTQ സമ്മർദ്ദ പ്രകാരം ഇത് സ്വീകാര്യമല്ല. ലിംഗവികസനത്തിലെ വ്യതിരിക്തതകൾ, ഈ വാക്കുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ലിംഗവികസനത്തിലെ വ്യതിരിക്തതകൾ എന്നർത്ഥം വരുന്ന ഡിഫറൻസ് ഓഫ് സെക്സ് ഡെവലപ്മെന്റ് എന്നാക്കി മാറ്റണമെന്നും LGBT പ്രസ്ഥാനക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ലിംഗങ്ങൾ ആൺ പെൺ എന്നിങ്ങനെ രണ്ടു മാത്രമല്ല, എത്രയുമാവാം എന്ന LGBT പ്രസ്ഥാനക്കാരുടെ ആശയമാണ് ഇതിന് പിന്നിൽ. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റിൽ പറയാം. ഉഭയലിംഗം, ആൺ പെൺ ലിംഗഭേദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു മൂന്നാം ലിംഗമോ ലിംഗ വളർച്ചയിലെ വ്യതിരിക്തതയോ അല്ല, മറിച്ച് ഭ്രൂണ വളർച്ചയിൽ സംഭവിക്കുന്ന ഒരു ക്രമക്കേടാണ്. ലിംഗങ്ങൾ രണ്ടേ ഉള്ളൂ എന്നും യാഥാർത്ഥ്യത്തെ ഈ അവസ്ഥ നിരാകരിക്കുന്നില്ല. LGBT പ്രസ്ഥാനക്കാർ അവകാശപ്പെടുന്നത് പോലെ ഈ ക്രമക്കേട് മനുഷ്യരുടെ ലിംഗത്വ സാമൂഹിക നിർമ്മിതിയാണെന്നും പുരുഷന് സ്ത്രീയായോ സ്ത്രീക്ക് പുരുഷനായോ എപ്പോൾ വേണമെങ്കിലും മാറാമെന്നുള്ള വാദങ്ങൾക്കും തെളിവല്ല. ക്ലിയർ ആയില്ലേ? ഈ പറഞ്ഞ വിഷയം നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇന്ന് സ്ത്രീ ആണെന്ന് തോന്നിയാൽ ഞാൻ സ്ത്രീയായി, ഞാൻ ഇന്ന് പുരുഷനാണെന്ന് തോന്നിയാൽ പുരുഷനായി എന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള യാതൊരു തെളിവുകളും ഇതില്ല. ഉഭയലിംഗത്വം അനുഭവിക്കുന്ന ധാരാളം കുട്ടികളിൽ ശാസ്ത്രക്രിയയിലൂടെ ലിംഗഘടന ശരിയാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ മേഖലയിൽ LGBT ആക്ടിവിസ്റ്റുകളുടെ ഇടപെടൽ മൂലം അത്തരം ശാസ്ത്രക്രിയകൾ ഇന്ന് വിവാദങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. മറ്റേത് കുട്ടികളിലും എന്ന പോലെ ഒരാളുടെ ലിംഗത്വം എന്നിവ മറ്റുള്ളവർക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് നോർമൽ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം ശാസ്ത്രക്രിയകൾ പാടില്ല എന്നുമുള്ള നിയമങ്ങൾ ഇവരുടെ സമ്മർദ്ദ ഫലമായി ഇന്ന് പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. അടുത്ത കാലത്തായി ഇന്ത്യയിലും മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഇത്തരത്തിലുള്ളതാണ്. ഇവിടെ അപകടകരമായ ഒരു സംഗതി ഒളിഞ്ഞു കിടക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, അപകടകരമായ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാല്, നമ്മുടെ കുട്ടികൾ ജനിച്ച് വീണ അവസ്ഥയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സംഭവിച്ചാല് നമുക്ക് പരിശോധനയിലൂടെ അത് മനസ്സിലാക്കുകയും അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ LGBTQ പ്രസ്ഥാനത്തിന്റെ സമ്മർദ്ദ ഫലമായിട്ട് അത്തരമൊരു ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ജനന സമയത്ത് ജനനേന്ദ്രിയ ഘടനയെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന ലിംഗവും കുട്ടിയുടെ ലിംഗത്വവും തമ്മിൽ വളരെ വിരളമായി ചില പൊരുത്തക്കേടുകൾ ഉണ്ടായേക്കാം. ആണായി ജനിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഉള്ളിൽ പെൺകുട്ടിയെ പോലെ അനുഭവപ്പെടാം. അതേപോലെ തിരിച്ചും 20,000-ൽ ഒരു ആൺകുട്ടിയും, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്, 20,000-ൽ ഒരു ആൺകുട്ടിയും 50,000-ൽ ഒരു പെൺകുട്ടിയും ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിച്ചേക്കാം എന്നാണ് പഠനങ്ങളിൽ കാണുന്നത്. ഇത്തരം അവസ്ഥകൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ, ലിംഗത്വ സ്വത്വ ക്രമക്കേടുകൾ എന്ന് പറയാം. LGBT ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ 2013 അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷന്റെ തീരുമാനപ്രകാരം ക്രമക്കേട് എന്നതിന് പകരം മാനസികമായ അസ്വാസ്ഥ്യം മാത്രമാണെന്ന് സൂചിപ്പിക്കുന്ന ജെൻഡർ ഡിസ്ഫോറിയ, ലിംഗത്വം അസ്വാസ്ഥ്യം എന്നാണ് ഈ അവസ്ഥയെ പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ക്രമക്കേട് എന്ന വാക്ക് ഉപയോഗിച്ചാൽ ലിംഗത്തിനും ലിംഗത്വത്തിനും ജന്മനാലുള്ള ഒരു ക്രമമുണ്ട് എന്നത് സത്യമായി അംഗീകരിക്കേണ്ടി വരുന്നു എന്നത് കൊണ്ടാണ് ഈ പുനർനാമകരണം അവർ ചെയ്തത്. ഇതെല്ലാം LGBTQ പ്രസ്ഥാനത്തിന്റെ സമ്മർദ്ദ ഫലമായി മാറ്റിമറിച്ചതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. കുട്ടിയുടെ ലിംഗഘടനയിൽ യാതൊരു പ്രശ്നവുമില്ല, എന്നാൽ മാനസികമായി തൻ്റെ ജന്മനാലുള്ള ലിംഗവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. കുട്ടിക്ക് താൻ ജനിച്ച ലിംഗത്തെ മാനസികമായി സ്വീകരിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും മറുലിംഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. മറുലിംഗത്തിലുള്ളവരെ പോലെ വസ്ത്രധാരണം ചെയ്യുന്നു, അവരെ പോലെ കളിക്കുക, അവർ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയവ കുട്ടി ഇഷ്ടപ്പെടും. ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഭൂരിഭാഗവും പ്രായപൂർത്തിയാവുന്നതോടുകൂടി അവരുടെ ജന്മനാലുള്ള ലിംഗവുമായി താതാത്മ്യം പ്രാപിക്കുന്നതായി വിവിധ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്.
എന്നാൽ ട്രാൻസ്ജെൻഡർ ആശയത്തിന്റെ വരവോടുകൂടി ഇത്തരം കുട്ടികളുടെ ചികിത്സയും ഒരു വിവാദ വിഷയമായി മാറിയിട്ടുണ്ട്. ജന്മനാല് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചില സ്വഭാവങ്ങൾ മാനസികമായി കാണിച്ചാലും അത് അവരുടെ ഓർഗൻസിന്റെ അടിസ്ഥാനത്തിൽ സ്വയമേവ മാറി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ അത് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലിംഗത്വവും തമ്മിൽ ബന്ധമില്ല എന്ന തങ്ങളുടെ ആശയം പ്രയോഗവൽക്കരിക്കാൻ LGBT പ്രസ്ഥാനക്കാർ ഇത്തരം കുട്ടികളുടെ പ്രശ്നത്തെ ഉപയോഗിക്കുന്നു. കുട്ടികൾക്ക് എന്താണോ ഉള്ളിൽ തോന്നുന്നത് അത് തന്നെയാണ് അവരുടെ യാഥാർത്ഥ്യ സ്വത്വം എന്നും അതിനെ മാറ്റാൻ പാടില്ല, മറിച്ച് ശരീരവും ചുറ്റുപാടുകളുമാണ് മാറേണ്ടത്. അത് അടിസ്ഥാനപരം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. മറിച്ച് ശരീരവും ഈ കുട്ടിയുടെ ഒറിജിനൽ അവസ്ഥയല്ല, മറിച്ച് ശരീരവും ചുറ്റുപാടുകളുമാണ് മാറേണ്ടത് എന്ന ചിന്താഗതിയാണ് ട്രാൻസ്ജെൻഡറിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതനുസരിച്ച് ഈ കുട്ടികളെ അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന മറുലിംഗത്തിലേക്ക് ശാരീരികമായും സാമൂഹികമായും പരിവർത്തിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ചികിത്സാ തത്വം. മറുലിംഗത്തിലേക്കുള്ള പേരുമാറ്റം പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് ആണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, LGBT പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലിംഗമാറ്റ ശാസ്ത്രക്രിയ, ജെൻഡർ റീ അസൈൻമെന്റ് സർജറി എന്നീ സ്വത്വത്തെ അംഗീകരിച്ച് അതിനനുസരിച്ച് ശരീരത്തെ പരുവപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് ഉണ്ടായേക്കാവുന്ന മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും എന്ന് വാദിക്കുന്ന LGBT പ്രസ്ഥാനങ്ങളുടെ സമ്മർദ്ദ ഫലമാണ് ഇത്തരം ചികിത്സാ രീതികൾ അമേരിക്കയിലും യൂറോപ്പിലും തുടർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വീകാര്യമായത്. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധ്യമല്ല. പ്രായപൂർത്തിയാകാവുന്നത് മരുന്നുകൾ വഴി തടയുന്നതിലൂടെ കുട്ടിക്ക് ലിംഗത്വം പരീക്ഷിച്ചറിയാനും തനിക്ക് ഇഷ്ടപ്പെട്ട ലിംഗത്വം സ്വീകരിക്കാനും കൂടുതൽ സമയം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും പ്രായോഗിക തലത്തിൽ നടക്കുന്നത് അതല്ല. ഈ മരുന്നുകൾ എടുക്കുന്നതിലൂടെ കുട്ടികളുടെ ജനനേന്ദ്രിയ വളർച്ച മുരടിക്കുകയും അതുവഴി അവർ വന്ധീകരിക്കപ്പെടുകയും ചെയ്യും. മരുന്നുകൾ എടുക്കുന്ന കുട്ടികളിൽ ലിംഗത്വ അസ്വാസ്ഥ്യം തനിയെ ഭേദമാകാനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയും ലിംഗമാറ്റ ശാസ്ത്രക്രിയയിലേക്കുള്ള പാത ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ലിംഗമാറ്റ ചികിത്സകൾ അപരലിംഗത്വം അനുഭവിക്കുന്ന വ്യക്തികളുടെ മാനസിക അവസ്ഥയിലോ ജീവിത നിലവാരത്തിലോ കാര്യമായ വ്യത്യാസം വരുത്തുന്നതായി വസ്തുനിഷ്ഠമായ പഠനങ്ങളൊന്നും തെളിയിച്ചിട്ടില്ല. ലിംഗമാറ്റ ശാസ്ത്രക്രിയക്ക് വിധേയരായ ചെറുപ്പക്കാരിൽ പൊതുജനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായി ആത്മഹത്യ പ്രവണത, മരണസാധ്യത, മാനസിക പ്രശ്നങ്ങൾ എന്നിവ ഉള്ളതായി സ്വീഡനിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കാണുന്നു. തൽഫലമായി സ്വീഡൻ, UK തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ കുട്ടികൾക്ക് ഹോർമോൺ ചികിത്സ നൽകുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ധാർമ്മികവും പ്രകൃതിപരവുമായ ആശയങ്ങൾ പറയുന്നിടത്തേക്ക് തന്നെയാണ് വൈദ്യശാസ്ത്ര തെളിവുകളും വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിംഗത്വ അസ്വാസ്ഥ്യ ക്രമക്കേടുകൾ, ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡറുകൾ അവർ പറയുന്ന രൂപത്തിലൂടെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ മാറി മനുഷ്യൻ സഹജമായ പ്രകൃതി സഹജമായ മാറി വരുന്ന സംഗതിയാണ്. LGBT പ്രസ്ഥാനക്കാരുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ലിംഗത്വ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ സത്യവും അസത്യവും തിരിച്ചറിയാനാവാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ചികിത്സയുടെ മേൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. നെക്സ്റ്റ് സ്ലൈഡാണ്. അവർ കുട്ടിയുടെ ചികിത്സയ്ക്ക് തടസ്സം നിന്നാൽ കുട്ടിയെ മാതാപിതാക്കളിൽ നിന്ന് മാറ്റാം. തടസ്സം നിൽക്കുന്ന മാതാപിതാക്കളുടെ മേൽ ശിക്ഷണ നടപടികൾ ഉണ്ടായേക്കാം. അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ആ രൂപത്തിലൂടെ ചികിത്സിക്കാൻ ശ്രമിച്ചാൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. മാതാപിതാക്കൾ കുട്ടിയുടെ സ്വയം നിർണയാവകാശത്തിന് തടസ്സം നിൽക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കപ്പെടുക. പലപ്പോഴും മാതാപിതാക്കളുടെ അറിവില്ലാതെ കുട്ടികൾക്ക് സ്കൂളിൽ മറുലിംഗത്തിന്റെ പുതിയ പേരുകൾ നൽകുന്നതും ആൺകുട്ടിയെ പെൺകുട്ടിയായും തിരിച്ചും പരിഗണിക്കുന്നതുമെല്ലാം ഇന്ന് പാശ്ചാത്യ ലോകത്ത് സാധാരണയായി നടക്കുന്ന സംഗതിയാണ്. ഇതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നഴ്സറിയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം, അംഗനവാടി കുറെ
അംഗനവാടിയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത് പോലെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന കുട്ടികളിൽ പെൺകുട്ടി ആ സ്ഥാപനത്തിൽ നടത്തുന്ന പരിപാടികൾ എന്താന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേറെ പേരിട്ട് കൊടുക്കും. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ പേരും അവരുടെ വസ്ത്രധാരണ ആക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഫോബിയ, ഒരു ഫോക്കസ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്, ബ്രെയിൻ വാഷിന് വിധേയരാകുന്ന കുട്ടികൾ പിന്നീട് തന്റെ മാതാപിതാക്കളെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ചൂഷകരായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. അതാണ് അപകടകരമായ ഒരു അവസ്ഥ. ഇനി റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ. യാതൊരുവിധ ലിംഗത്വ പ്രശ്നങ്ങളും ഇല്ലാത്ത കൗമാരക്കാരായ പെൺകുട്ടികളിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ലിംഗത്വ അസ്വാസ്ഥ്യമാണ് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ. പെൺകുട്ടികളിലാണ് ഇത് കൂടുതലും കാണുന്നത്. LGBT പ്രസ്ഥാനക്കാരുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണ ഫലമായി പടർന്നു പിടിക്കുന്ന ഒരു സാമൂഹിക വിപത്തെന്ന നിലയിൽ ഡോക്ടർ ലിസ ലിച്ച്മാൻ റിപ്പോർട്ട് ചെയ്തത്. ഈ പഠനത്തിനെതിരെ LGBT പ്രസ്ഥാനക്കാർ ശക്തമായി പ്രതിഷേധിച്ചതിന്റെ ഫലമായി പ്രസാധകർ പഠനത്തെ പിൻവലിച്ചു. എന്നാൽ പുനഃപരിശോധനകൾക്ക് ശേഷം മറ്റു പല സൈക്കോളജിസ്റ്റുകളും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന കാര്യം ഉറപ്പിച്ചപ്പോൾ പഠനം പ്രസാധകർ പുനഃപ്രസിദ്ധീകരിച്ചു. LGBT പ്രസ്ഥാനക്കാരുടെ പ്രചാരണങ്ങൾ കുട്ടികളെ ബാധിക്കുന്നതിന്റെയും അവരിൽ ലിംഗത്വ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന്റെയും നേരെയുള്ള തെളിവാണ് നേരത്തെ പറഞ്ഞ റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ. അത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ട്രാൻസ്ജെൻഡറിസം, അപരലിംഗത്വം. ആധുനിക കാലത്തെ അപരലിംഗത്വം എന്നത് തികച്ചും വ്യത്യസ്തമായ ആശയമാണ്. ലിംഗത്വം ആൺ പെൺ എന്നിങ്ങനെ രണ്ടല്ല. ജെൻഡർ ഈസ് നോട്ട് ബൈനറി. മറിച്ച് അതൊരു മഴവില്ലിന്റെ വർണ്ണരാജിയിലെ വർണ്ണങ്ങളെപ്പോലെ വിവിധങ്ങളാണ്. മതങ്ങളുടെയും സമൂഹങ്ങളുടെയും ലിംഗത്വ ചട്ടക്കൂടുകളെ ഭേദിച്ച് ആർക്കും ഏത് ലിംഗത്വവും സ്വീകരിക്കാൻ കഴിയുന്ന, അതെല്ലാം സ്വീകരിക്കപ്പെടുന്ന സാമൂഹിക അവസ്ഥ രൂപപ്പെടണം എന്നതാണ് ആധുനിക പ്രസ്ഥാനങ്ങളുടെ വാദം. വൈദ്യപരിശോധനയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അതിൽ പാടില്ല എന്നാണ് പറയുന്നത്. വളരെ വിരളമായി ഉണ്ടാകുന്ന ലിംഗത്വ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തിയുടെ ലിംഗവും ലിംഗത്വവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന മനുഷ്യന്റെ നാളിതുവരെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ തള്ളി പറയുകയാണ് LGBT പ്രസ്ഥാനങ്ങൾ. ഈ വാദത്തിന് ആണ് അപരലിംഗത്വം, ട്രാൻസ്ജെൻഡറിസം എന്ന് പറയുന്നത്. മനുഷ്യ ചരിത്രത്തിൽ മുൻ മാതൃകകളൊന്നും ഇല്ലാത്ത വിധത്തിലാണ് ഇന്ന് പാശ്ചാത്യ സംസ്കാരം മനുഷ്യനെ മനസ്സിലാക്കുന്നത്. ആത്യന്തികമായ സത്യം എന്നൊന്നില്ലെന്നും ഒരു വ്യക്തിക്ക് ഉള്ളിൽ തോന്നുന്നത് മാത്രമാണ് അയാളെ സംബന്ധിച്ച സത്യമെന്നുമുള്ള ഉത്തരാധുനിക ചിന്താഗതിയും ആന്തരിക സത്വത്തെ സാമൂഹിക നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ പുറമെ പ്രകടിപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നത് എന്ന റൂസോയുടെ ആശയവും പാശ്ചാത്യ സമൂഹത്തിൽ അപരലിംഗത്വത്തെ സ്വീകാര്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫെമിനിസത്തിന്റെ ചുവടാണ് അടുത്തത്. ഷൂലമിച്ച് ഫ്രിസ്ട്രോൺ 1970 എഴുതിയ ദ ഡയാലക്റ്റിക് ഓഫ് സെക്സ്, ദ കേസ് ഓഫ് ഫെമിനിസ്റ്റ് റിവല്യൂഷൻ എന്ന പുസ്തകത്തിൽ യഥാർത്ഥ മനുഷ്യ വിമോചനം സാധ്യമാക്കാൻ ഫെമിനിസ്റ്റ് വിപ്ലവത്തിലൂടെ കൊണ്ടുവരേണ്ട 6 സാമൂഹിക പരിഷ്കരണങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട്. അവയാണ്: ശാരീരിക വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലിംഗഭേദം ഇല്ലാതാക്കേണ്ടതുണ്ട്. സ്ത്രീ പുരുഷ ലൈംഗികത, പരവർഗ ലൈംഗികത, ഹെട്രോസെക്ഷാലിറ്റി മാത്രം സ്വീകാര്യമാകുന്ന അവസ്ഥ മാറ്റി എല്ലാ തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾക്കും സ്വീകാര്യത സംജാതമാക്കണം. മാത്രമല്ല അത് സമൂഹത്തിൽ എല്ലാവർക്കും ലഭ്യമാക്കണം. സാങ്കേതിക വിദ്യയിലൂടെ, മൂന്നാമത്തെ കാരണം അത്, സാങ്കേതിക വിദ്യയുടെ പ്രത്യുത്പാദനം എന്നത് സ്ത്രീയെ പോലെ പുരുഷനും ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സ്ത്രീ മാത്രം സന്താന ഉൽപാദനത്തിന്റെ ഉത്തരവാദിത്വം പേറേണ്ടി വരുന്ന അസമത്വത്തിൽ നിന്ന് സമൂഹം മോചിതമാകും. ഇനി നാലാമത്തെ കാരണം, കുട്ടികളെ വളർത്തുക എന്നത് അമ്മമാരുടെ വ്യക്തിഗതമായ ഉത്തരവാദിത്വമല്ല, മറിച്ച്
പൊതുസ്ഥാപനങ്ങൾ വഴി സമൂഹമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റേണ്ടത്. അഞ്ചാമത്തെ കാരണം, കുട്ടികളും മുതിർന്നവരും അതേപോലെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ശാരീരിക ക്ഷമതയിലും കായിക ബലത്തിലുമുള്ള വ്യത്യാസങ്ങളെ മറികടക്കാൻ സാംസ്കാരികമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തണം. ആറാമത്തത്, ആത്യന്തികമായി സാങ്കേതിക വിദ്യയുടെ വികസനത്തോടെ മനുഷ്യൻ ജോലി ചെയ്യേണ്ട ആവശ്യകതയിൽ നിന്നും മുക്തമാകും. ഇങ്ങനെയൊക്കെയാണ് 1970 അവർ പറഞ്ഞ കാര്യങ്ങൾ. ഇതിന്റെ പിന്നിലൊക്കെ വരുന്ന ജെൻഡർ പൊളിറ്റിക്സ് ആണ്. LGBT പ്രസ്ഥാനത്തിന്റെ ജെൻഡർ പൊളിറ്റിക്സ് എന്ന വശമാണ് പറയുന്നത്. ലിംഗരാഷ്ട്രീയത്തിന്റെ സാമൂഹിക സ്വീകാര്യതയും സ്വവർഗാനുരാഗികളുടെ വിവാഹവും വളരെ അടുത്ത കാലത്ത് മാത്രം സാമൂഹിക പ്രാധാന്യം നേടിയ വിഷയങ്ങളാണ്. 21-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് സ്വവർഗ സ്നേഹികളുടെ വിവാഹം എന്ന ആശയം തന്നെ പാശ്ചാത്യ ലോകത്ത് ഉണ്ടായിരുന്നത്. 2012-2013 കാലയളവിൽ പോലും LGBT പ്രസ്ഥാനത്തെ പിന്തുണച്ചിരുന്ന പാശ്ചാത്യ ലോകത്തെ ലിബറൽ ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ പോലും സ്വവർഗ അനുരാഗികളുടെ വിവാഹം എന്ന ആശയം അംഗീകരിച്ചിരുന്നില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, വിവേചനമില്ലായ്മ എന്നീ അടിസ്ഥാനങ്ങളിലാണ് സ്വവർഗ വിവാഹമാകാം എന്ന ആശയം രാഷ്ട്രീയ നിയമ സംവിധാനങ്ങൾ അംഗീകരിക്കുന്നത്. സ്വവർഗാനുരാഗികളുടെ വിവാഹം ആദ്യമായും അംഗീകരിക്കപ്പെട്ടത് 2014 അമേരിക്കയിലാണ്. അവകാശങ്ങൾക്കായി പരസ്പരം പിന്തുണക്കേണ്ടതുണ്ടോ? ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ആണ് ഇത്. LGBT പ്രസ്ഥാനക്കാർ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വിയറ്റ്നാം യുദ്ധകാലത്ത് ഒക്കെ ചെയ്തതുപോലെ ഒരു സമൂഹത്തിൽ നടമാടുന്ന ഒരു സാമൂഹിക ഉച്ചനീചത്വത്തിനെതിരെ പറഞ്ഞുകൊണ്ടായിരിക്കാം അവർ തുടക്കം കുറിക്കുന്നത്. LGBT പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ അനീതിക്ക് ഇരയാകുന്നതിനെ പോലെ, സമൂഹത്തിൽ പല പ്രസ്ഥാനങ്ങളും പല ആളുകളും അനീതിക്ക് ഇരയാകുന്നത് പോലെ അവകാശ നിഷേധത്തിന് പാത്രമാകുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമാണെന്നും അവർ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് പോലെ സമൂഹം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് ചില മതവിശ്വാസികൾ അടക്കം അഭിപ്രായപ്പെടാറുണ്ട്. പാശ്ചാത്യ സാമ്രാജ്യത്വം അടുത്ത കാലത്തായി ഇസ്രായേലിന്റെ പലസ്തീൻ അധിനിവേശത്തിനെതിരെ, വംശഹത്യ എന്നിവയ്ക്കെതിരെ സംസാരിച്ചതിനെ എല്ലാം ഈ കൂട്ടർ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ അവരുടെ ധാർമ്മികതയുമായി യോജിക്കുന്ന, അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള മേഖലകളിൽ മാത്രമാണ് അവർ ശബ്ദം ഉയർത്താറുള്ളതെന്നാണ് യാഥാർത്ഥ്യം. ഒരു വശത്ത് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോഴും മറുവശത്ത് എല്ലാ മതവിഭാഗങ്ങളെയും മതഭ്രാന്തന്മാരും വിദ്വേഷകരുമായിട്ടാണ് LGBT പ്രസ്ഥാനം കാണുന്നത്. ലിംഗത്വം, ലൈംഗിക ധാർമ്മികത, കുടുംബജീവിതം എന്നിങ്ങനെ ആശയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ മതവിഭാഗങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അവർ പിന്തുണയ്ക്കില്ല. മാത്രമല്ല, ആശയപരമായ മതധാർമ്മിക മൂല്യങ്ങളെയും അഭിപ്രായ സ്വാതന്ത്ര്യം അവർ പിന്തുണയ്ക്കില്ല. ആദർശത്തെയും എപ്പോഴും തകർക്കാനാണ് അവർ ശ്രമിക്കാറുള്ളത്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയിരുന്ന LGBT പ്രസ്ഥാനക്കാർ ഇന്ന് ശക്തരായപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയാണ്. ഓരോ പുരുഷനിലും സ്ത്രീയിലും അവരുടെ ആശയങ്ങളിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മതസമൂഹങ്ങൾക്ക് സമൂഹത്തിലുള്ള തുച്ഛമായ സ്വാധീനം പോലും എടുത്തു നീക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇവർ LGBT ആശയങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഒരു കുട്ടിക്കും അതിൽ നിന്ന് യാതൊരുവിധ ഒഴിവ് കഴിവുകളും അനുവദിക്കരുത് എന്നും ശഠിക്കുന്നു. മാതാപിതാക്കൾക്ക് പോലും ലിംഗത്വ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ ചികിത്സയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്തതും പ്രതികരിക്കാൻ ശ്രമിച്ച പിതാവിനെ കാനഡയിൽ ജയിലിൽ അടച്ചതുമെല്ലാം LGBT പ്രചാരണത്തിന്റെ സമ്മർദ്ദമായിട്ടുള്ള. LGBT അനുകൂല നിലപാടെടുക്കാത്തതിന്റെ പേരിൽ പല പുരോഹിതരും പണ്ഡിതന്മാരും പാശ്ചാത്യ നാടുകളിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുണ്ട്. പലരുടെയും പൗരത്വം തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഗതി എന്താണെന്നറിയോ? ഒരു ലോക ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ, ഇവര് സ്വാധീനിക്കാതെ കഴിയില്ല. നമുക്ക് ഇത്തരം ആളുകളുടെ ഈ LGBT പ്രസ്ഥാനത്തിന്റെ LGBT പൊളിറ്റിക്സ് കളിക്കുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഡോക്ടർ കാൾ ഷാരിഫ് എൽ ചോക്കി സാപ്പിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ധാർമ്മിക സമൂഹം എന്ന നിലയിൽ നമ്മൾ അവലംബിക്കേണ്ട 6 മാർഗനിർദ്ദേശ തത്വങ്ങളും പറയാം. ഈ 6 മാർഗനിർദ്ദേശ തത്വങ്ങള്, സ്ലൈഡ് മാറ്റണം കേട്ടോ.
ലിംഗത്വം ലൈംഗികത എന്നത് സംബന്ധിച്ച് ശക്തമായ ഒരു ധാർമ്മിക മാതൃക നമ്മൾ നിലനിർത്തിക്കൊണ്ടുവരണം. ലിംഗത്വം രണ്ടേ ഉള്ളൂ, വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ്. വ്യത്യാസങ്ങൾ അടിച്ചമർത്തി വെക്കേണ്ടതല്ല, നേരെ മറിച്ച് ശക്തമായ സാമൂഹിക നിർമ്മിതിക്ക് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ലൈംഗിക വിപ്ലവത്തിന് ശേഷമുള്ള പാശ്ചാത്യ ലൈംഗിക മാതൃകയെ നമ്മൾ ശക്തമായി വിമർശിക്കുകയും തുറന്നുകാട്ടുകയും വേണം. ലിംഗത്വ ലൈംഗികത എന്നിവ സംബന്ധിച്ച് ശക്തമായ ഒരു ധാർമ്മിക മാതൃക ഉണ്ടാക്കണം. ഇത് ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗം. രണ്ടാമത്തത്, ദേഹേച്ഛ, ലൈംഗിക പ്രവൃത്തി, ഐഡന്റിറ്റി എന്നിവയുടെ സംയോജനത്തെ നാം തള്ളി പറയണം. ഗേ, ലെസ്ബിയൻ, LGBT തുടങ്ങിയ മഹത്വവൽക്കരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ സംസാര ഭാഷയിൽ നിന്ന് ഒഴിവാക്കണം. പകരം സ്വവർഗ വികാരം, സ്വവർഗ ആകർഷണം, ലിംഗത്വ പ്രശ്നങ്ങൾ തുടങ്ങിയ കൂടുതൽ യാഥാർത്ഥ്യമായുള്ള വാക്കുകൾ ഉപയോഗിക്കണം. നാലാമത്തെ കാര്യം, സാമൂഹികവും വ്യക്തിപരവുമായ കാര്യങ്ങളിൽ സന്തുലനം കൊണ്ടുവരിക. വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക നിയന്ത്രണങ്ങളും തീർത്തും എതിർപക്ഷങ്ങളിലാണെന്നതാണ് ആധുനിക പാശ്ചാത്യ ആശയം. എന്നാൽ ഇത് ശരിയല്ല. വ്യക്തി താല്പര്യങ്ങൾ സമൂഹത്തെ, സാമൂഹിക നിയന്ത്രണങ്ങൾ വിശാലാർത്ഥത്തിൽ വ്യക്തികളെയും സഹായിക്കുമെന്ന മതധാർമ്മിക മാതൃക നടപ്പാക്കുന്നതും പ്രചരിപ്പിക്കുകയും ചെയ്യുക. സ്വവർഗ ആകർഷണവും ലിംഗത്വ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളെ സഹായിക്കുക. സത്യത്തിന്റെയും ധാർമ്മികതയുടെയും പാതയിൽ അടിയുറച്ചു നിൽക്കുകയും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആളുകളെ സാമൂഹിക ധാർമ്മിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുകയും അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുകയും അത്തരമൊരു കൂട്ടായ്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞാല് വളരെ ഭീകരമായ ഒരവസ്ഥയിൽ വളരെ അടുത്ത കാലത്ത് വരെ ഒരു ഇതിനെ സാമൂഹിക സാഹചര്യങ്ങളിലൂടെ പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വളരെ പരിചയത്തിലുള്ള ഒരു കുടുംബത്തില് 5 പെൺകുട്ടികളാണുള്ളത്. 5ാമത്തെ കുട്ടിയും പെൺകുട്ടിയായപ്പോൾ കുടുംബം ചെറുപ്പം മുതലേ അവരെ ആൺകുട്ടികളുടെ ഡ്രസ്സാണ് ഇട്ടുകൊടുത്തിരുന്നത്. ഇങ്ങനെ ഇട്ടുകൊടുത്തത് ഫലമായിട്ട് അവര് വലുതായി കോളേജിലൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് തോന്നി എനിക്ക് ആണാവണം. വളരെ കൗൺസിലിങ്ങും ഇതൊക്കെ ചെയ്തതിന് ശേഷവും അവരുടെ കുടുംബം വളരെ പ്രയാസത്തിലായിരുന്നു. പിന്നീട് ഇപ്പൊ ടോപ്പ് സർജറി കഴിഞ്ഞു, ഇനി ബോട്ടം സർജറിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ നമ്മുടെ കുട്ടികളില്, നമ്മുടെ സമൂഹത്തില് LGBT പ്രസ്ഥാനവും ജെൻഡർ ന്യൂട്രാലിറ്റി സംവിധാനങ്ങളും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കും, കുട്ടികളൊക്കെ ഒരേ യൂണിഫോം ഇട്ടാൽ എന്താണ് കുഴപ്പം? അത് ചില പദപ്രയോഗങ്ങൾ, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പദപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ സാമൂഹിക നീതി എന്നൊക്കെ പറഞ്ഞ് കോമൺ ആയിട്ട് നമ്മളൊക്കെ ഹോസ്പിറ്റലുകളുടെ യൂണിഫോം ഒക്കെ ഇടുന്ന പോലെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയിലൂടെ പറയുന്നതിന് പകരം ഇത്തരം ചില സാങ്കേതിക പ്രയോഗങ്ങളിലൂടെ നടത്തുമ്പോൾ ആ സമൂഹത്തിൽ അതിന് സ്വാധീനം ഉണ്ടാകുകയും അവരുടെ ലോകവീക്ഷണങ്ങളിൽ മാറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇത്തരം ഒരു അപകടകരമായ അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് നിലക്കാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം. നമ്മളെല്ലാം നമ്മുടെ കോളേജ് ലെവലിലും സ്കൂൾ ലെവലിലും ഒക്കെ പോയി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ ഒരു സാമൂഹിക പരിസ്ഥിതി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതനുസരിച്ച് സമൂഹത്തില് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഷീൻ ഇന്റർനാഷണലിന് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ആർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയണം. വിരൻ സാഹിബേ. ഗുഡ് മോർണിംഗ് സാറേ. ഞാൻ കുറച്ച് വൈകിയാണ് ക്ലാസ്സിൽ കയറിയത്. ഏതായാലും കേട്ടതിന് ശേഷമുള്ളത് എനിക്ക് തോന്നി ഞാൻ നേരത്തെ കയറേണ്ടതായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ് സാറ് വളരെ കൃത്യമായി പറഞ്ഞത്. എൻ്റെ പേര് വീരാൻകുട്ടിയാണ്, മലപ്പുറം ജില്ലയിലാണ്, കേരിയാണ്. ഞാനൊരു ടീച്ചറാണ്. അതോടൊപ്പം തന്നെ ധാരാളം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും അവരോടൊപ്പം ചെലവഴിക്കാൻ അവസരം കിട്ടാറുണ്ട്. അപ്പോ ഇപ്പൊ ഏതാണെങ്കിലും ഈ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് പുരുഷ വസ്ത്രത്തിനോടാണ് കൂടുതൽ താല്പര്യം. ആദ്യമൊക്കെ നമ്മളങ്ങനെ പറയാറുണ്ടായിരുന്നു, ചെയ്യരുതെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ട് ഇപ്പൊ ശീലാകും ചെയ്തെന്ന് മാത്രമല്ല, അതിപ്പോ എടുത്ത് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലായി.
ഇത്രത്തോളം സ്കൂളിന്റെ യൂണിഫോമുകൾ കോളേജിന്റെ മിക്കവാറും പിന്നെ 18 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജിലൊക്കെ മിക്കവാറും യൂണിഫോം അങ്ങനെയാണ്. ഇതുകൊണ്ട് ഇവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമോ? ഇതില് ഈ ഇതില് സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ ആ സ്ലൈഡ് മാഡം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ലൈഡ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ ഇത് വായിച്ചാൽ കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാവും. ഇതിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാല് മനുഷ്യന് ഞാൻ നേരത്തെ പറഞ്ഞ ലോക വീക്ഷണം, വേൾഡ് വ്യൂ, അതില് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അതിൽ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, നമ്മൾ നോർമൽ ലെവലിൽ ഇപ്പൊ ഒരു പ്രായപൂർത്തിയായ കുട്ടി സാധാരണ ലെവലിൽ നമ്മൾ അവരുടെ വർഷത്തിന് ചുരിദാറും മാറ്റി ഒരു പാൻറ്റും ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുകയില്ല. പക്ഷെ അവർ ചെറുപ്പം മുതലേ വളർന്നു വരുന്ന മറ്റൊരു സാഹചര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുട്ടീനെ ചെറുപ്പം മുതലേ ചാന്തുപൊട്ട് എന്ന് പറയുന്ന ദിലീപിന്റെ ഒരു സിനിമയില്ലേ, അപ്പൊ അത് ആ പ്രകൃതത്തെ നമ്മൾ ലിംഗത്വം, ജെൻഡർ ആ അവസ്ഥയിലേക്ക് ആകുമ്പോൾ അവരുടെ ലിംഗം യഥാർത്ഥത്തിൽ പുരുഷലിംഗമാണ്, പുരുഷ പ്രകൃതമാണ്. പക്ഷെ ജെൻഡർ എന്ന് പറയുന്ന ആ സംഗതി ഇലയുടെ ലിംഗത്വം അതിലവരുടെ മാനസികമായ ഒരു തലം അങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു താല്പര്യവും അതൊക്കെ ഉണ്ടാവും. അപ്പോ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഇപ്പൊ ഈ ചെറുപ്പം നേരത്തെ പറഞ്ഞ പോലെ കോളേജ് കുട്ടികളില് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഈ LGBT പ്രസ്ഥാനം വളരെ ആസൂത്രിതമായിട്ട് വളരെ അവരനുഭവിക്കുന്ന ഒരു പ്രയാസമല്ലേ, നമ്മളൊക്കെ നമ്മുടെ കുടുംബ സദസ്സുകളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു പ്രയാസമല്ലേ, അവര് സമൂഹത്തിന്റെ ഇടയിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതില്ലേ എന്നൊരു ബോധത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് ഇന്ന് നമ്മുടെ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ എന്താണെന്നറിയാം, വളരെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരുപാട് റീൽസുകളൊക്കെയാണ് ഇപ്പം കുട്ടികളുടെ ഇടയിൽ പ്രചരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് മാസ്റ്റർബേഷൻ, ഇപ്പൊ ഒരു കോളേജില് അതിന്റെ മത്സരം നടന്നു എന്ന് പറയുന്ന സാഹചര്യം. ഇതില് ഈ പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയ ഒളി അജണ്ടയുണ്ട്. പോൺ ഇൻഡസ്ട്രി ലോകാടിസ്ഥാനത്തില് മുതൽ മുടക്കുകളില്ലാത്ത ഏറ്റവും ലാഭകരമായ ഒരു വ്യവസായമാണ് പോൺ ഇൻഡസ്ട്രി. അതിലേക്ക് ഒരു വർഷം മിനിമം ഇത്ര ആളുകളെ എങ്കിലും കടന്നു വരണമെന്ന് വലിയൊരു മാഫിയ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളിൽ ഇങ്ങനത്തെ ചിന്താഗതികളും മറ്റൊക്കെ ഫണ്ടിങ്ങുകളിലൂടെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഫണ്ടിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അധ്യാപകരും ഇതൊക്കെ ഇതിന്റെ ഇരകളാണ്. ചിലർ അറിയാതെയും ചിലർ അറിഞ്ഞുകൊണ്ടും അതിന്റെ ഇരകളാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കുട്ടികളില് ഇത്തരം ഒരു ബോധം, ഒരു സ്വത്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്താണ് ഇപ്പൊ അങ്ങനെ കുഴപ്പം? ആൺകുട്ടികളുടെ കൂടെ ഇരുന്നാൽ എന്താ കുഴപ്പം? ആൺകുട്ടികളുടെ അതേപോലെ വസ്ത്രം ധരിച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ അത് ഗ്രാജുവലായിട്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം നമുക്ക് ഉണ്ടാക്കും. ശരി. അപ്പൊ ഇതൊക്കെ ഒരു മാനസിക വൈകൃതങ്ങളാണ്. ശരിക്ക് പിന്നെ കുതിരവട്ടം പോലത്തെ ആശുപത്രികളിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട രോഗങ്ങൾ തന്നെയാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടണമൊക്കെ അല്ലെ? അങ്ങനെ നമ്മൾ കുതിരവട്ടം എന്ന് പറഞ്ഞിട്ട് അതിനാക്കരുത്. എന്താണെന്നറിയോ, ഈ കൗൺസിലിങ്ങിലൂടെ ഒരുപാട് മാറ്റാൻ കഴിയും. പക്ഷെ ഏറ്റവും വലിയ പ്രയാസകരമായ അവസ്ഥ ഞാൻ ലാസ്റ്റ് സ്ലൈഡിലൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മള് ഇതിനെ ഈ ഒരു കുട്ടിക്ക് ഞാൻ പെണ്ണാണെന്ന് തോന്നുകയാണ്, അത് കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷെ അതിന് നമ്മൾ സമീപിക്കുന്നവര്, ഇപ്പൊ നമ്മുടെ 2 കുട്ടികളുടെ കേസില്ലേ, എന്നാണ് അവരുടെ പേര് എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. 2 പെൺകുട്ടികൾ ഇപ്പൊ അടുത്ത് കോടതിയിൽ പോയി, അവര് ബഹ്റൈനിലോ അവിടെ ഉണ്ടായിരുന്നാണ് അവർ ഒരുമിച്ച് നൂറ ഹാദി. അപ്പൊ അവരുടെ ഈ കേസ് എന്ന് പറയുമ്പോൾ അവരാദ്യം അവരുടെ കുടുംബക്കാർ കൊണ്ടുപോയിട്ട് ഒരു കൗൺസിലറുടെ അടുത്തെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവരാദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയാം, അത് കൗൺസിലർ